Hi, hello everyone. Welcome back to AM Blackboard. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. കൈറ്റിൻ്റെ വെബ്സൈറ്റിൽ ഉബുണ്ടു 8.04 അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ കൈറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൈറ്റ് OS നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കൈറ്റ് OSൻ്റെ ISO ഫയൽ ലിങ്ക് കൈറ്റിൻ്റെ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. അപ്പം ISO ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ISO ഫയൽ അല്ലേ? എല്ലാവർക്കും സംശയമായിരിക്കും അല്ലേ, എന്താണ് ISO ഫയൽ? ISO ഫയൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇതാണ് കാര്യം. ഒരു വലിയ സെറ്റ് ഓഫ് ഡേറ്റ, അതിൻ്റെ സ്മോളർ സൈസിലുള്ള ഒരു ഫോം. ആ സ്മോളർ സൈസിലുള്ള ഫോം എന്ന് പറയുന്നത് ഈ വലിയ സെറ്റ് ഓഫ് ഡേറ്റയുടെ എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫോം ആയിരിക്കും. ഓക്കെ, അതാണ് ISO ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈറ്റ് OSൻ്റെ ISO ഫയൽ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തിടുക എന്ന് നോക്കാം. ഓക്കെ, KITE.Kerala.Government.in അതാണ് കൈറ്റിൻ്റെ വെബ്സൈറ്റ്. അതിൽ നമ്മൾ ഡൗൺലോഡ്സ് എടുക്കുക. ഡൗൺലോഡ്സിൽ അവിടെ KITE GNU Linux Lite എന്ന് കിടപ്പുണ്ട്. നമ്മൾ അതാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻസ്റ്റാളേഷൻ ഗൈഡ് അവിടെ കിടപ്പുണ്ട്. നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇൻസ്റ്റാളേഷൻ ഗൈഡ്. നമുക്ക് അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാണുന്ന സൈറ്റ്, അതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത് 4 GB സൈസ് വരുന്ന ISO ഫയലാണ്. അത് പറ്റുന്നില്ലെങ്കിൽ 2.5 GB ഉള്ള ISO ഫയലിൻ്റെ ലിങ്ക് താഴെ കിടപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. ഇത് 4 GB സൈസുള്ള ഫയലാണ്. ഡൗൺലോഡ് ആകാൻ സമയമെടുക്കും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച കാരണം ഞാനിത് തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 4 GB സൈസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ അങ്ങോ റൺ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിനു വേണ്ടി ഒരു ബൂട്ട് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ബൂട്ട് ഡിസ്ക് എന്ന് പറഞ്ഞാൽ? ബൂട്ട് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി പ്രോഗ്രാമോ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന ഡിവൈസിൽ നിന്ന് ലോഡ് ചെയ്ത് റൺ ചെയ്യാൻ പാകത്തിനാക്കണം. ഓക്കെ, അപ്പോൾ ഈ ബൂട്ട് ഡിസ്ക് തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് ബൂട്ട് ഡിസ്ക് തയ്യാറാക്കാൻ നമുക്കൊരു DVD ഒരു പെൻഡ്രൈവോ ഉപയോഗിക്കാവുന്നതാണ്. ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. നമ്മുടെ ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 GB ആണ്. നമ്മളിപ്പോൾ ഒരു 8 GB പെൻഡ്രൈവ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യമായിട്ടുള്ളത്. അപ്പോൾ പെൻഡ്രൈവിലേക്ക് എങ്ങനെയാണ് ബൂട്ട് ഡിസ്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൂട്ട് ഡിസ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള ലിങ്കും നിങ്ങളുടെ കൈറ്റിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മതിയാകും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. മൂന്നാമത്തെ ലിങ്കാണ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആകുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഇനി ഓപ്പൺ ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് തന്നെ ഓപ്പൺ കൊടുക്കാം, അല്ലെങ്കിൽ ഷോ ഇൻ ഫോൾഡർ കൊടുത്ത് ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ആക്കാവുന്നതാണ്. സോഫ്റ്റ്വെയർ ഇപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇമേജിനെ സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച് ISO ഇമേജിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എവിടെയാണോ ഇമേജ് സേവ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ഇമേജിനെ എടുക്കുക. ഓക്കെ, ഇതാണ് ISO ഇമേജ്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ ഇമേജിനെ ഫ്ലാഷ് ചെയ്യേണ്ടത് അത് ടാർഗറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ സാൻഡിസ്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. 2 പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം 4 GB പെൻഡ്രൈവ്, ഒരെണ്ണം 16 GB ആണ്. 4 GB പെൻഡ്രൈവ് കോമ്പാക്റ്റബിൾ അല്ല. ദെൻ 16 GB പെൻഡ്രൈവിൽ ഫ്ലാഷിങ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, 8 GB പെൻഡ്രൈവ് ആണെങ്കിലും മതിയാവും. നമ്മുടെ ഡിസ്ക് ബൂട്ടബിൾ ആക്കി അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇടുന്ന പ്രോസസ്സാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ പെൻ ഡ്രൈവ് ബൂട്ടബിൾ ആക്കുന്ന പ്രോസസ്സ്. അതിൻ്റെ അകത്ത് ഫ്ലാഷിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അത് ഇച്ചിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ ഫ്ലാഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയത് ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പോൾ ഇപ്പം നമ്മൾ ബൂട്ട് ഡിസ്ക് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആക്കണം. നമുക്ക് ഇത് ഒന്നെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പെൻഡ്രൈവിൽ നിന്ന് തന്നെ നമുക്കിത് ലോഡ് ചെയ്ത് റൺ ചെയ്യാവുന്നതാണ്. നമുക്ക് ലോഡ് ആൻഡ് റൺ മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിൽ വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത് സ്പേസ് കളയേണ്ടതായിട്ടില്ല. നമുക്കിപ്പോൾ 8 GB പെൻഡ്രൈവ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ ലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഓഫ് ആക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത ഫയലെല്ലാം പോകുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ നമ്മൾ മറ്റെവിടെയെങ്കിലും സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ വർക്ക് പിന്നീട് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൂട്ട് ഓർഡർ എന്ന് പറഞ്ഞ കാര്യം ക്രമീകരിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ, ബൂട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ, ഏത് ഡിവൈസിൽ നിന്നാണോ ആദ്യം നമ്മൾ ലോഡ് ചെയ്യേണ്ടത്, ആ കാര്യമാണ് നമ്മൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ബൂട്ട് ഓർഡർ ക്രമീകരിക്കേണ്ടതിന് നിങ്ങൾ ബൂട്ട് മെനു എടുക്കേണ്ടതുണ്ട്. ബൂട്ട് മെനു എടുക്കാനായിട്ടുള്ള കീ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കീസ് പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബൂട്ട് മെനു എടുക്കുന്നത്. അപ്പോൾ ഏത് കമ്പനിയുടെ സിസ്റ്റം ആണോ അതനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ഈ ബൂട്ട് കീ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഏത് കമ്പനിയുടെ സിസ്റ്റം, അതായത് എക്സാമ്പിൾ ഡെൽ, HP അങ്ങനെ ഏതെങ്കിലും കമ്പനിയുടെ ആണെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് അതിൻ്റെ ബൂട്ട് കീ ഏതാണെന്ന് നിങ്ങൾ കണ്ടിട്ട് ആ ബൂട്ട് കീ ഞെക്കേണ്ടതുണ്ട്. അപ്പം ഡെല്ലിൻ്റെ ആണെങ്കിൽ F12 ആയിരിക്കും ബൂട്ട് കീ. നമ്മൾ സ്റ്റാർട്ട് ആകുന്ന സമയത്ത് F12 പ്രസ് ചെയ്താൽ നമുക്ക് ബൂട്ട് മെനുവിലേക്ക് പോകാൻ സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബൂട്ട് ഡിസ്കിൽ നിന്ന്, അതായത് നമ്മുടെ പെൻ ഡ്രൈവിൽ നിന്ന് നമ്മുടെ കൈറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ ബൂട്ടായ സമയത്ത് തന്നെ F12 ഡെല്ലിൻ്റെ ബൂട്ട് കീ പ്രസ് ചെയ്തപ്പോൾ കിട്ടിയ വിൻഡോ ആണ്. ഇതിൻ്റെ അകത്ത് UEFI ബൂട്ടിൽ സാൻഡിസ്ക് എന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ മൗസ് പോയിൻറ്റേഴ്സ് ഒന്നും വർക്കാവില്ല. നമ്മൾ കീബോർഡിൽ ഡൗൺ ആരോ പ്രസ് ചെയ്ത് വേണം സെലക്ട് ചെയ്യാൻ. ഈ സാൻഡിസ്ക് എന്ന് പറയുന്നത് എൻ്റെ പെൻ ഡ്രൈവിൻ്റെ നെയിമാണ്, അതായത് ബൂട്ട് ഡിസ്കിൻ്റെ നെയിമാണ്. ഞാൻ UEFI സാൻഡിസ്ക് എന്നുള്ളത് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. അതായത് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യാതെ ഉബുണ്ടു അങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി ട്രൈ ഉബുണ്ടു വിത്തൗട്ട് ഇൻസ്റ്റാളിങ് ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ തന്നെ എൻ്റർ ചെയ്യുകയാണ്. അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബൂട്ട് ഡിസ്കിൽ നിന്ന് നമ്മുടെ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡാവും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ITH സ്കൂൾ GNU Linux 18.04ൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ഉബുണ്ടു ബേസ് ചെയ്ത് കൈറ്റ് ക്രിയേറ്റ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ്. അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൻ്റെ അകത്ത് നമ്മുടെ ഇൻക്സ്കേപ്പ് സോഫ്റ്റ്വെയർ കിടപ്പുണ്ട്. ഇതാണ് ഇൻക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ, ഇങ്ങനെയാണ് എടുക്കുന്നത്. ദെൻ ഇനി നമുക്ക് ഓഫീസിൻ്റെ അകത്തുനിന്ന്, അതായത് ആപ്ലിക്കേഷൻസ്, ഓഫീസിൻ്റെ അകത്ത് നമ്മുടെ ലിബ്രെ ഓഫീസ് റൈറ്ററും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് പൈത്തൺ ആണ് പഠിക്കാൻ പോകുന്നത്, അതും കിടപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.